എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് കടപ്പാക്കട കരുമ്പാലി ദേവി ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ വന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് പൊങ്കാലയെല്ലാം കഴിഞ്ഞു. ഇപ്പം കലശപൂജയ്ക്കുള്ള പൂജാതി കർമ്മങ്ങളാണ് അവിടെ തിരുമേനി നടത്തുന്നത്. എനിക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് പൊങ്കാലയെല്ലാം നേദിയൊക്കെ കഴിഞ്ഞ് വീട്ടിനടുത്തുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു കുടുംബക്ഷേത്രമാണ് കരുമ്പാലി ദേവി ക്ഷേത്രം കേട്ടോ. കഴിഞ്ഞതിന് ശേഷം പ്രഭാത ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മളെ തൊട്ടടുത്ത് തന്നെ നാഗരാജൻ്റെയൊക്കെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, നാഗേശ്വരിയുടെയും നാഗകന്യയുടെയൊക്കെ. അപ്പോൾ അവിടെ 100 പാലും നടത്താനുള്ള ചടങ്ങാണ് തിരുമേനി നടത്തുന്നത്. ഞാൻ എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. നല്ല ഒരു കാണാനൊക്കെ നമുക്കൊരു ഭക്തി നിർഭരമായ ഒരു ചടങ്ങായിരുന്നു. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തോടായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ബന്ധം ഈ ക്ഷേത്രത്തിനുള്ളതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടുത്തെ നാഗരാജ ക്ഷേത്രമാണല്ലോ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രവുമായിട്ട് ബന്ധം ഈ അമ്പലത്തിന് ഉണ്ടെന്നാണ് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. പുള്ളുവൻ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങളങ്ങ് വീട്ടിലോട്ട് തിരിച്ചു പോയി. അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഘോഷയാത്ര വൈകുന്നേരത്തെ 4 മണിക്ക് ഉണ്ടായിരുന്നു. അമ്പാടി മാധവൻകുട്ടി എന്ന ആനയുടെ പുറത്താണ് ദേവിയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അത് തിരിച്ച് വന്നില്ല. അപ്പം ഞങ്ങളവിടെ അത് കാത്തു നിൽക്കുകയായിരുന്നു. അമ്പലത്തിനകത്ത് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഭഗവതി സേവ നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മളെ താലപ്പൊലി ഇന്ത്യ ബാലികാ ബാലന്മാർ ഇവരുകളെല്ലാം കടന്നു വരികയായിരുന്നു കേട്ടോ. അപ്പുറത്ത് ദേവി എഴുന്നള്ളിച്ച് വരുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിനുശേഷം പഞ്ചവാദ്യ മേളത്തോടു കൂടിയാണ് ദീപാരാധന നടന്നത്. അപ്പം ഞങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റി. ഞാൻ ചേട്ടനും പിന്നെ ചിഞ്ചുമോളും എല്ലാം ഉണ്ടായിരുന്നു. ഇത് പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി എല്ലാവരെയും ഒരുപാട് കുടുംബക്കാരെ എല്ലാം കാണാനും പറ്റി, പരിചയപ്പെടാനും ഒക്കെ പറ്റി. പിന്നെ ഞങ്ങൾ തൊഴുതിന് ശേഷം ചേട്ടനങ്ങ് പോയി, തൊട്ടടുത്താണല്ലോ. പിന്നെ ഞങ്ങൾ രാത്രിയിലെ അത്താഴം കൂടെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് തിരിച്ചത്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഞങ്ങൾക്ക് മനസ്സിനും നല്ല സന്തോഷം നൽകിയ ഒരു ഉത്സവമായിരുന്നു കരുമ്പാലി ദേവി.